നിരന്തരമായ യാത്രകളും പ്രവർത്തനങ്ങളും കൊണ്ട് അദ്ദേഹം ആകെ ക്ഷീണിച്ചു. ആ ക്ഷീണം വർദ്ധിച്ചു. അത് പിന്നീട് അതൊരു അസുഖമായി മാറി. പെട്ടെന്ന് നാട്ടുചികിത്സയും അതുപോലുള്ള നാട്ടിലെ ഡോക്ടർമാരുടെ നിയന്ത്രണത്തിലും അദ്ദേഹം ചികിത്സയ്ക്ക് വിധേയനായി. പക്ഷേ ആ അസുഖത്തിനൊരു കുറവും ഉണ്ടായില്ല. ഒടുവിൽ എല്ലാവരും കൂടെ തീരുമാനിച്ചു അദ്ദേഹത്തെ ചെന്നൈക്ക് കൊണ്ടുപോകാം, വിദഗ്ധ ചികിത്സയ്ക്കായി. ചെന്നൈയിലെത്തുന്നു. ഒരു മാസം പിന്നിടുന്നു. പക്ഷേ ഒരു കുറവുമില്ല. ഒടുവിൽ അദ്ദേഹം എന്തോ ചിന്തിച്ചുകൊണ്ട് ശാന്തനായി പറഞ്ഞു, നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാം. അവരത് മടങ്ങി നാട്ടിലെത്തുന്നു. അദ്ദേഹത്തെ നാട്ടിൽ കൊണ്ടുവരുന്നു. പിന്നീട് ആയുർവേദത്തിൻ്റെ വിദഗ്ധ ചികിത്സകൾ തുടർന്നു. പക്ഷെ ഒരു കുറവും ഉണ്ടായില്ല. ഒടുവിൽ അദ്ദേഹം വളരെ അവശതയോടെ ക്ഷീണസ്വരത്തിൽ ശാന്തനായി അടുത്തുകൂടി എന്ന ശിഷ്യഗണങ്ങളോട് പറഞ്ഞു, നമുക്ക് ദൈവദശകമൊന്ന് ചൊല്ലിക്കേൾക്കണം. അവരത് കേൾക്കതകണ്ഠരായി നിറഞ്ഞ കണ്ണുകളോടെ ഗുരുവിൻ്റെ ആഗ്രഹം ദൈവദശകം ചൊല്ലി. ആഴമേറും നിന്നവസം അഴിയിൽ ഞങ്ങളാകവേ അഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ആഴമേറും നിന്നവസം അഴിയിൽ ഞങ്ങളാകവേ അഴണം വാഴണം നിത്യം അഴണം വാഴണം സുഖം. പ്രിയ സുഹൃത്തുക്കളെ, അനന്തതയിലേക്ക് നീളുന്ന യോഗദയനങ്ങളും ഈശ്വര ചൈതന്യം തുളുപ്പുന്ന ആ മുഖകാന്തിയും അതിനെ അനശ്വരമാക്കിയ ആ നീണ്ട കണ്ണുകളും, അതെ, മെല്ലെ ആ കണ്ണുകൾ അടഞ്ഞു. ഗുരുദേവൻ സമാധിയായി.